അതിനൊക്കെയുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കും. അതൊന്നും പേടിക്കണ്ട. ജയിലില്ലെങ്കിൽ ജയിലിനുള്ള സംവിധാനം ഒരുക്കും. ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ല. പോലീസുകാരെ ആക്രമിക്കുക, അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകൾ, എല്ലാ മെഡിക്കൽ ഷോപ്പും ഇല്ല, ചില മെഡിക്കൽ ഷോപ്പുകളിൽ കുറിപ്പടിയില്ല, ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ, ഗുരുതരമായ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കൊടുത്ത് അത് ലഹരിക്ക് പകരം ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. മെഡിക്കൽ ഷോപ്പുകാരാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പിൻവലിയണം, അവർ മാറണം. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് കൊടുത്താൽ ഒരു സംശയവും വേണ്ട, നടപടി ഉണ്ടാകും. പോലീസ് അവരുടെ പിന്നാലെ ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരനുമായിട്ട് ഞാൻ ഇന്ന് ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. ഒരു കാരണവശാലും കേരളത്തിലെ മെഡിക്കൽ ഷോപ്പുകൾ ഇത്തരം ഡ്രഗ് മെനസിന് വേണ്ടി കൂട്ടുനിൽക്കാൻ പാടില്ല. Union minister has also announced a 3-year plan. Many are saying they're inspired by your action. That I don't know, but I welcome the step of the union government to eradicate drugs. They had already formed a 3-year program. We are also appreciating their effort. State and centre will go together in this effort. ഞാൻ പരിശോധിക്കാം, എനിക്കത് ഞാനും വായിച്ചു. ഇനി അത് എന്താണെന്ന് ഞാൻ പരിശോധിച്ചു. അല്ല, അത് NDPS നിയമത്തിൻ്റെ ചില ഭാഗമാണ്. ആ നിയമ ഭേദഗതി വന്നാലേ അത് മാറ്റാൻ പറ്റുള്ളൂ. അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ NDPS ആക്ടിൽ ഈ ക്വാണ്ടിറ്റിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ഇത്ര ക്വാണ്ടിറ്റി വരെ കൈവെക്കാം. കാരണം ഇവർ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നവരായതുകൊണ്ടാണ് വരെ സംഭവിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആ ലൂപ്പ് ഹോൾസ് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അന്വേഷിക്കാം കുട്ടി, അത് എന്താണെന്ന് അന്വേഷിക്കാം.